ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഡൊണാൾഡ് ജോൺസൺ. ലൈഫ് ബാസ്ക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട നൂറുകണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് കരം പിടിച്ച് നടത്തിയ അവയവദാനം അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻ എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ പൊതുവായ സംശയങ്ങളും തെറ്റിദ്ധാരണകൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ മരണാനന്തര അവയവദാനത്തെ ഏകോപിപ്പിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള മൃതസഞ്ജീവിനി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിങ്ങിൻ്റെ റീജിയണൽ ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്ററായ മിസ്റ്റർ അഗസ്റ്റിൻ ആൻ്റണിയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി കമൻറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലോ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈഫ് ബാസ്ക്കറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അവയവദാനം ഇന്ന് കേരള സമൂഹത്തിൽ ഒട്ടേറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ചില അബദ്ധധാരണകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അവയവദാനം എന്നത് രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഒരു അസുഖം ബാധിച്ച് ഒരാളുടെ ശരീരത്തിൽ ഒരു അവയവം പ്രവൃത്തി ചെയ്യാതെ വരുന്ന ഘട്ടത്തിൽ ഡോക്ടർമാർ ഇന്നത്തെ ആധുനിക ചികിത്സാ രംഗത്ത് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരു ചികിത്സാ വിധിയാണ് അവയവമാറ്റം എന്നുള്ളത്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ വ്യക്തികളിൽ നിന്ന് അവരുടെ ആരോഗ്യമുള്ള അവയവം ജീവിച്ചിരിക്കുന്ന രോഗിയായിരിക്കുന്ന വ്യക്തിയിലേക്ക് മാറ്റിവെക്കുന്ന പ്രക്രിയയാണ് അവയവമാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഇതൊക്കെ നിയമപരമാണോ എന്നുള്ളതാണ്. 1994 ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കിയ ട്രാൻസ്പ്ലാന്റ് ഫോർ ഹ്യൂമൻ ഓർഗൻസ് ആക്ട് THO ആക്ട് പ്രകാരമാണ് അവയവദാനങ്ങൾ നടക്കുന്നത്. അവയവദാനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ പ്രധാനമായും അവയവദാനത്തെ രണ്ടായിട്ടാണ് നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത്. ഒന്ന്, ലൈവ് ഡൊണേഷൻ. ലൈവ് ഡൊണേഷനിൽ ജീവിച്ചിരിക്കുന്നയാൾ തൻ്റെ ശരീരത്തിലെ ഒരു അവയവമോ അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഭാഗമോ രോഗിയായ ആൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നതാണ് ലൈവ് ഡൊണേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡിസീസ് ഡൊണേഷനാണ്, മരണാനന്തര അവയവദാനം. മരണാനന്തര അവയവദാനത്തിൽ നാം ചെയ്യുന്നത് വലിയ ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ കഠിനമായ രക്തസ്രാവമോ തലച്ചോറിൽ ഉണ്ടാകുന്ന രക്തസ്രാവമോ മൂലം മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ബന്ധുമിത്രാദികളുടെ അനുവാദം മേടിച്ചതിന് ശേഷം അവയവം ദാനം ചെയ്യുന്നതിനെയാണ് മരണാനന്തര അവയവദാനം അല്ലെങ്കിൽ ഡിസീസ് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കേരള സമൂഹം ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അവയവങ്ങൾ വിൽക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് നിർധനരായ വ്യക്തികളിൽ പ്രലോഭിപ്പിച്ച് അവരുടെ അവയവങ്ങൾ മേടിക്കുന്നു എന്നുള്ളത്. ശരിക്കും നമ്മുടെ നിയമത്തിൻ്റെ ഒരു സാധ്യതയെ അവർ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവ വികാസങ്ങളിലൂടെ പുറത്തു വന്നത്. നിയമം അനുശാസിക്കുന്ന ഒരു പ്രിവിലേജാണ് ഒരു രോഗിയായ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉറ്റവരിൽ നിന്ന് ഒരു അവയവദാതാവിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ തന്നെ ഒരു സ്നേഹം തോന്നുന്ന മറ്റൊരു വ്യക്തിക്കോ അവയവം ദാനം ചെയ്യാൻ കഴിയും എന്നുള്ള നിയമത്തിൻ്റെ സാധ്യതയെ ചില ദുഷ്ടശക്തികൾ അവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അതിൻ്റെ മേലിൽ നമ്മുടെ സമൂഹത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സത്യം പുറത്തു വരട്ടെ.
എന്ന് തന്നെ തീർച്ചയായും ഞാനും ആഗ്രഹിക്കുന്നു. അവയവദാനം നൽകുന്ന അനന്തമായ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് അവയവദാനം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് അനുസൃതമായിട്ടാണ് കേരള ഗവൺമെൻറ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അല്ലെങ്കിൽ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന സംഘടനയുമായി മുൻപോട്ട് വന്നത്. മൃതസഞ്ജീവിനി കേരളത്തിൽ മരണാനന്തര അവയവദാനത്തെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. മരണാനന്തര അവയവദാനം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, അല്ലെങ്കിൽ നാം വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അവയവം ദാനം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ തൻ്റെ അവയവം ദാനം ചെയ്യുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഒരു പോർഷൻ മാത്രമേ മറ്റൊരാൾക്ക്, രോഗിയായിരിക്കുന്നയാൾക്ക് ദാനം ചെയ്യുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ മരണാനന്തര അവയവദാനം നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ നടന്നാൽ മരണപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് 9ഓളം ജീവനുകളെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് മരണാനന്തര അവയവദാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. മസ്തിഷ്ക മരണം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുള്ള, ഒരിക്കലെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് മസ്തിഷ്ക മരണം? എങ്ങനെയാണ് മസ്തിഷ്ക മരണം സാധൂകരിക്കുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഒരു ഡോക്ടർ പറയുന്നത്? മസ്തിഷ്ക മരണം തീരുമാനിക്കുന്നതിന് അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൻ്റെ അനുസൃതമായ ചില ടെസ്റ്റുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സംക്ഷിപ്തമായ പേരാണ് അപ്നിയ ടെസ്റ്റ്. അതിനകത്ത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ടെസ്റ്റുകളാണ് ഈ അപ്നിയ ടെസ്റ്റിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകളുടെയും റിസൾട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഒരു ഡോക്ടർക്ക് പറയാൻ കഴിയുക. അവയവദാനത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല അബദ്ധധാരണകളും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും പലരും അവയവദാനം എന്ന് പറയുമ്പോൾ പരസ്പരം ചോദിക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്നതോ ആയ ചില ചോദ്യങ്ങളാണ്, ഒരിക്കൽ ഞാൻ അവയവദാനത്തിന് വേണ്ടി പ്രതിജ്ഞ ചെയ്താൽ, അല്ലെങ്കിൽ ഞാനൊരു ഡോണർ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ലഭിക്കുന്ന ഹോസ്പിറ്റൽ കെയറിൽ അല്ലെങ്കിൽ ആശുപത്രികൾ എന്നെ കാണുമ്പോൾ തീർത്തും ഒരു അവയവദാതാവായി മാത്രം എന്നെ കാണുമോ? എനിക്ക് വേണ്ട പരിചരണം ലഭിക്കാതെ വരുമോ? ആ ചിന്ത വളരെ തെറ്റാണ്. ഒരിക്കലും നിങ്ങൾ ഒരു അവയവദാതാവായി എന്നതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ, അല്ലെങ്കിൽ അവയവദാനത്തിന് നിങ്ങൾ പ്രതിജ്ഞ എടുത്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചികിത്സ ഒരിക്കലും ലഭിക്കാതെ വരത്തില്ല. അവയവദാനത്തിന് വേണ്ടി, മസ്തിഷ്ക മരണത്തിന് ശേഷം ഞങ്ങൾ പലപ്പോഴും രോഗികളുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അവയവദാനത്തിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അവയവദാനത്തിന് ശേഷം ഞങ്ങളുടെ ഉറ്റവരുടെ ശരീരം വികൃതമാകുമോ എന്നുള്ളത്. ഒരിക്കൽ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, ഞങ്ങൾ ഐ ഡൊണേഷന് വില്ലിംഗ് ആണ്, മരണത്തിന് ശേഷം ഐ ഡൊണേഷന് വില്ലിംഗ് ആണ്, പക്ഷേ കണ്ണെടുക്കുന്നതിലൂടെ ആ കണ്ണിൻ്റെ ഭാഗത്ത് വലിയ കുഴിവുണ്ടാകുമോ, അത് വികൃതമാകുമോ എന്നുള്ളത്. അത് യഥാർത്ഥമായി നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഉള്ള ഒരു അറിവില്ലായ്മയാണ് അവിടെ സംഭവിക്കുന്നത്. നേത്രദാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേത്രത്തിൻ്റെ ഒരു പടലം മാത്രമാണ് ദാനം ചെയ്യുന്നത്. അല്ല, നിങ്ങൾ അവയവദാനം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ഡോണർ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്താലും ഒരിക്കലും അവയവദാനം നടത്തിയതിൻ്റെതായ യാതൊരു രൂപമാറ്റവും ആ ശരീരത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഐ ഡൊണേഷനെ പോലെ തന്നെ നമ്മുടെ ബാഹ്യ അവയവങ്ങളും, അതായത് കൈകൾ, കാലുകൾ എന്നിവയും ദാനം ചെയ്യാവുന്നതാണ്. അവ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സെൻറ്ററുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയിരിക്കെ കൈ ദാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതറിയാതിരിക്കുക എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. കൈ ദാനം ചെയ്യുന്ന ഒരാൾക്ക്, ആ ദാതാവിന് അവരുടെ ബോഡി ഉറ്റവർക്ക് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ആർട്ടിഫിഷ്യലായിട്ടുള്ള കരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബോഡി അവരുടെ ഉറ്റവർക്ക് കൈമാറുക. എന്നിരിക്കെ
ഒരു കാരണവശാലും അവയവദാനം നടന്നു അതുകൊണ്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ശരീരം ഒരിക്കലും വികൃതമാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. മരണാനന്തര അവയവദാനത്തിനായി രോഗികളുടെ ഉറ്റവരുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ നേരിട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഉറ്റവർ പറയും ഞങ്ങൾ അവയവദാനത്തിന് തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഞങ്ങളുടെ ബോഡി ഞങ്ങൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ വിട്ടു നൽകണം എന്നുള്ളത്. നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവയവദാനം എന്ന് പറയുന്നത് ഒരു വലിയ സത്കർമ്മം തന്നെയാണ്. അതിനോടൊപ്പം ഇത് നേരങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല. അതിനു പിന്നിൽ ഒത്തിരി പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നതിനോടൊപ്പം മേടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തികളെ, സ്വീകർത്താവിനെ തയ്യാറാക്കണം, അവരെ വിളിച്ചു വരുത്തണം, അവരെ അതിന് യോജിച്ചവരാണോ എന്ന് വിലയിരുത്തണം. എന്നിങ്ങനെ ഒത്തിരി ഘട്ടങ്ങളായി വേണം ഒരു അവയവദാനം സംഭവിക്കുന്നത്. ഘട്ടങ്ങളായിട്ടാണ് ഒരു അവയവദാനം സംഭവിക്കുന്നത്. എന്നിരിക്കെ നമ്മൾ പലപ്പോഴും ഡോണർ ഫാമിലിയോട് അല്ലെങ്കിൽ ദാതാവിൻ്റെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത് കുറഞ്ഞത് ഒരു 36 മണിക്കൂർ എങ്കിലുമാണ്. ആ ഒരു സാവകാശം എങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാവധാനത്തിൽ വളരെ ഭംഗിയായി ഒരു അവയവദാനം നടത്താൻ കഴിയത്തുള്ളൂ. ഇത്രയേറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവർ പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടും തങ്ങളുടെ ഉറ്റവർ നഷ്ടപ്പെട്ട ആ കൊടിയ വേദനയിൽ നിൽക്കുമ്പോഴും അവയവദാനത്തിനായി മുൻപോട്ട് വന്ന പല കുടുംബങ്ങളെയും പല വ്യക്തികളെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഓരോ അവയവദാതാവും ഓരോ സൂപ്പർ ഹീറോ ആണ്. കാരണം നമ്മൾ സിനിമകളിൽ കാണുന്ന സൂപ്പർ ഹീറോകൾ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അയാളുടെ ജീവനെ രക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ അനേകരുടെ ജീവനെ രക്ഷിക്കുന്നതാണ്. എന്നാൽ ഒരു അവയവദാതാവിനെ സംബന്ധിച്ച് അദ്ദേഹം മരിക്കുന്ന ഒരു വ്യക്തിക്ക്, മരണത്തെ മുൻപിൽ കാണുന്ന, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവന് ജീവൻ പകർന്നു നൽകുന്ന, തൻ്റെ അവയവം നൽകുന്നതിലൂടെ അവരെ പുതുജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന യഥാർത്ഥ സൂപ്പർ ഹീറോകളാണ് ഓരോ അവയവദാതാക്കളും. നമ്മുടെ നിയമത്തിൻ്റെ അനുസൃതമായിട്ട് ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും അവയവദാനം നടത്തണമെങ്കിൽ നാം അവയവദാനത്തിന് വേണ്ടി ഒരു സമ്മതപത്രം നമ്മുടെ ഗവൺമെൻറ്റിന് എഴുതി കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് ഓപ്റ്റ് ഇൻ സിസ്റ്റമാണ്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവയവദാനത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനായി മുൻപോട്ട് വരികയും സമ്മതപത്രം നൽകുകയും ചെയ്യാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അവയവദാനത്തിന് പ്രതിജ്ഞ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡോണർ കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് www.knos.org.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുകയും അവിടെ ഡോണർ കാർഡ് എന്ന ഹെഡിങ് കാണുകയും അതിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നിങ്ങൾ നൽകുന്നതിന് അനുസൃതമായി നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോയും കൂടിയ ഒരു ഡോണർ കാർഡ് സോഫ്റ്റ് കോപ്പിയായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അവയവദാനം എന്താണെന്നും അവയവദാനത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നും അവയ്ക്കുള്ള മറുപടിയും ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇവിടെ പ്രധാനമായി ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ അവ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഒന്നുകിൽ അവയ്ക്കുള്ള മറുപടികൾ കമൻറ്റ് ബോക്സിൽ നൽകുകയോ അതല്ല എങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി അടുത്തൊരു വീഡിയോ ആയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും.